രണ്ടാഴ്ച മുമ്പ് കാശ്മീരിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം യഥാർത്ഥത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയുമില്ലാത്ത സമയത്ത് ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നു കയറി ഈ കാശ്മീർ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഏറ്റവും മനോഹരമായ സ്ഥലത്ത് എത്തി തീവ്രവാദികൾ നടത്തിയ ആക്രമണം നാം മറന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ആ ആക്രമണത്തിന് ശേഷം ഒരു രണ്ടാഴ്ചയോളം ഇനിയും എന്ത് സംഭവിക്കും എന്നുള്ള ആകാംക്ഷയിലായിരുന്നു ഇന്ത്യൻ സമൂഹവും ലോക സമൂഹവും. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ ഉള്ള സാഹചര്യം നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തതാണ്. പിന്നീട് ഈ രണ്ടാഴ്ച ഇപ്പം അവരെ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു. തിരിച്ചടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകർ എന്നുള്ള തരത്തിൽ നോക്കിയിരുന്നത്? ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അഞ്ചാമത്തെ യുദ്ധത്തിലേക്കാണ് പോകുന്നത് എന്നാണ് കൃത്യമായ സൂചനകളുള്ളത്. 4 യുദ്ധങ്ങളാണ് ഇതുവരെ നടന്നത്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ 47-48 കാശ്മീരിന് വേണ്ടി അന്ന് പാകിസ്ഥാന്റെ എന്താ പറയുക ഒരു പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അതിന്റെ പ്രേരണയിൽ കുറെ അവിടുത്തെ ഗോത്ര തലവന്മാരുടെ നേതൃത്വത്തിലാണ് അന്ന് ആക്രമണം തുടങ്ങി വെച്ചത്. ഇന്ത്യ തിരിച്ചടിച്ചു, അത് പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് 65-ലായിരുന്നു. 65-ലെ ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്നൊക്കെ പേരിട്ട പാകിസ്ഥാൻ ആക്രമണത്തിൽ തുടക്കം കുറിച്ചു. അതിലാണ് താഷ്കന്റ് ഉച്ചകോടിയൊക്കെ നടന്നത്. നമ്മൾ ലാൽ ബഹദൂർ ശാസ്ത്രി മരിക്കുന്നതൊക്കെ അവിടെ പോയി ഉടമ്പടി ഒപ്പിട്ടതിന് ശേഷമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന് മുമ്പ് തന്നെ, അതായത് 68-ൽ ഉണ്ടായി. പിന്നെ 71-ൽ അതാണ് ഏറ്റവും വലിയ യുദ്ധം. അത് ബംഗ്ലാദേശിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. ആ ബംഗ്ലാദേശിന് വേണ്ടിയിട്ടുള്ള യുദ്ധം വാസ്തവത്തിൽ പാകിസ്ഥാന്റെ പ്രകോപനം ഇന്ത്യയോട് നേരെ ആയിരുന്നില്ല, പ്രത്യക്ഷത്തിലായിരുന്നില്ല. ബംഗ്ലാദേശിനെതിരായിട്ടുള്ള, ബംഗ്ലാദേശിലെ വിമോചന സമരത്തിനെതിരായിട്ടുള്ള അടിച്ചമർത്തലിന്റെ ഭാഗമായിട്ട് ഉണ്ടായ ഭീകരമായ അടിച്ചമർത്തൽ പാകിസ്ഥാൻ നടത്തിയപ്പോഴേക്കും ബംഗ്ലാദേശിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യക്ക് അതൊരു വലിയ സാമ്പത്തികവും മാനുഷികവുമായിട്ടുള്ള ഒരു വലിയ ഭാരമായി മാറുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ത്യക്ക് ആ സമയത്ത് പിന്നെ പ്രതിരോധത്തിൽ ഭാഗമായി ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അപ്പൊ ഇന്ത്യ ഏറ്റവും വലിയ കനത്ത തിരിച്ചടി പാകിസ്ഥാൻ നൽകുന്നത് ആ യുദ്ധത്തിലാണ്. അതിലാണ് സിംല കരാറോടുകൂടി ആ യുദ്ധം അവസാനിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു സംഭവിച്ചത്. അതും ഇന്ത്യക്ക് വളരെ വളരെ കൃത്യമായ സംശയലേശമില്ലാത്ത വിജയമാണ് ഉണ്ടായത്. പിന്നീട് 99-ൽ കാർഗിൽ, അതാണ് നമ്മുടെ സമീപകാലത്തുണ്ടായ ഒരു പ്രധാനപ്പെട്ട യുദ്ധം. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ വാസ്തവത്തിൽ അങ്ങനെ നോക്കുമ്പോൾ 71-ലെ ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം ഇത്രയും വലിയ ഒരു യുദ്ധത്തിന്റെ ഒരു തുടക്കം, ഇന്ത്യ ഇത്രയും ശക്തമായ ഒരു ആക്രമണം ഇതിനു മുമ്പ് പാകിസ്ഥാനെതിരെ നടത്തിയിട്ടില്ല. എല്ലാ പ്രകോപനവും പാകിസ്ഥാൻ സൈഡിൽ നിന്നാണെന്നുള്ളത് ശരിയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അവസാനം പറഞ്ഞ പോലെ ഏറ്റവും പഹൽഗാമിൽ നടന്നത് യാതൊരു തരത്തിലും, കാരണം ടൂറിസ്റ്റുകളെയാണ് ആക്രമിച്ചത്. എവിടെ നിന്നൊക്കെയോ വന്ന, ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന നിരപരാധികളായ യാതൊരു തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കാൻ, കാരണം സൈനികർക്ക് നേരെ ഇതിനു മുമ്പ് അവർ തീർത്ഥാടകർക്ക് നേരെ ഇതുപോലെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇത് വിനോദസഞ്ചാരികൾക്കെതിരെ. അപ്പോൾ കാശ്മീരിനെ തകർക്കുക എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു. ഈ യുദ്ധം വാസ്തവത്തിൽ ഇനി എന്താണ്, ഇപ്പോൾ നമ്മൾ ആ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നടത്തിയ പ്രത്യാക്രമണം വാസ്തവത്തിൽ കനത്ത പ്രത്യാക്രമണം തന്നെയാണ്. അതൊരു വലിയ യുദ്ധത്തിലേക്ക്, ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറുമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ എല്ലാവരും ലോകം മുഴുവൻ ഉത്കണ്ഠയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഇവിടെ ഒരു ചോദ്യമുള്ളത്, ഇപ്പൊ ഈ നേരത്തെയൊക്കെ നടന്ന യുദ്ധങ്ങളിൽ പലപ്പോഴും ഈ പാകിസ്ഥാന് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പിന്തുണ ഇതിനേക്കാൾ കൂടുതൽ ലഭിച്ചിരുന്നു. പക്ഷെ ഇത്തവണ തീർത്തും പാകിസ്ഥാനുമായി ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ ഇന്ത്യക്ക് ആക്രമിക്കുക എന്നുള്ളത് വളരെ അധികം ഈ ഉത്കണ്ഠയുടെ ആവശ്യമില്ലാത്ത രീതിയിലേക്ക് വന്നു. അത് ആ സ്ഥിതി യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഈ ഭീകരരുടെ ആക്രമണം, പഹൽഗാമിൽ ഭീകരർ നടത്തിയ ആക്രമണ സമയത്ത് ലോകം ഇന്ത്യയോടൊപ്പം തന്നെയായിരുന്നു. പക്ഷേ യുദ്ധം ആരംഭിച്ചപ്പോൾ വാസ്തവത്തിൽ അതിൽ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സംശയമില്ല. ഏറ്റവും പ്രധാനം ഈ അറബ് രാഷ്ട്രങ്ങളുടെ സംഘടന ഏറ്റവും പ്രധാനപ്പെട്ട അവരൊരു പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പാകിസ്ഥാന് ഒരു പരിധി വരെ. നമ്മൾ പല അറബ് രാഷ്ട്രങ്ങളോട് നമുക്ക് നല്ല ബന്ധമുണ്ടെങ്കിലും ഈ ആ സംഘടന, ഓർഗനൈസേഷൻ ഓഫ് അറബ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന കൺട്രീസ് എന്ന് പറയുന്ന സംഗതി അവര്, പിന്നെ അമേരിക്ക എടുത്ത നിലപാട് പോലും അതിലൊരു ചെറിയ വെള്ളം ചേർക്കൽ രണ്ടാമതുണ്ടായി. ട്രംപ് ആദ്യം ഇന്ത്യക്കൊപ്പമാണെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ട്രംപിന്റെ പിന്തുണയിൽ ഒരല്പം
മാറ്റം വന്നിട്ടുണ്ടെന്നാണ് വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇതൊരു വലിയ നാണക്കേടാണെന്നും ഇത് എത്രയും വേഗം അവസാനിപ്പിക്കണം എന്നൊക്കെ അല്ലാതെ ഒരു നിരുപാധികമായിട്ടുള്ള പിന്തുണ ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. ഇപ്പോൾ ഈ യൂറോപ്യൻ യൂണിയനാണ്. പിന്നെ യൂറോപ്യൻ യൂണിയൻ വാസ്തവത്തിൽ എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള നിലപാടാണ് സ്വാഭാവികമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയും അങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവിടെ നിന്നൊന്നും ഇന്ത്യക്ക് കറകളഞ്ഞ പിന്തുണ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു യുദ്ധത്തിനും ഒരു രാഷ്ട്രത്തിനും അങ്ങനെ ലഭിക്കുന്ന പതിവില്ലാത്തതും കൂടെ കൊണ്ടാണ്. ഒരു പക്ഷേ ഇന്ത്യക്ക് ശക്തമായ പിന്തുണ ലഭിച്ചിരിക്കുന്നത് റഷ്യയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും. അപ്പൊ ഇവർ രണ്ട്, പിന്നെ പാനമ എന്ന് പറയുന്ന ചില അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത രാജ്യങ്ങൾ, അങ്ങനെ 2-3 രാജ്യങ്ങൾ, ഏറ്റവും പ്രധാനം ചൈനയാണ്. ഇതിനകത്ത് ഏറ്റവും നിർണായകമായ റോളുള്ള രാജ്യം ചൈനയാണ്. ചൈന ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഒട്ടും നല്ലതല്ല എല്ലാവർക്കും അറിയാം. അപ്പൊ ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആയുധ അല്ലെങ്കിൽ ഡിഫൻസിന്റെ അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ സൈനിക ശേഷി നോക്കുകയാണെങ്കിൽ ഇന്ത്യ പല മടങ്ങ് ശക്തി കൂടുതലുള്ളതാണ്. പക്ഷേ ചൈന അവരെ പിന്തുണയ്ക്കുകയാണെങ്കിൽ സംഗതി മാറും പൂർണ്ണമായിട്ടും. ചൈന ഇന്ത്യയെക്കാട്ടിലും വലിയ സൈനിക ശേഷിയാണ്. അത് സാങ്കേതിക വിദ്യയിലായാലും ആളെണ്ണത്തിലായാലും ആർട്ടിലറിയുടെ കാര്യത്തിലായാലും ആയുധങ്ങളിലൊക്കെ ഇന്ത്യ. അമേരിക്കയുടെ നിലപാട് വളരെ നിർണായകമാവുകയാണ്. നിലപാട് നിർണായകമാണ്. പക്ഷെ ആരും ഇന്നത്തെ കാലത്ത് ആരും ഒരു പരിധിക്ക് അപ്പുറത്ത് ഒരു റിസ്കിലും അവരാരും എടുക്കുന്നില്ല. ഇപ്പൊ ചൈന ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം ഇന്ത്യക്ക് പിന്തുണ നൽകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ ചൈന ഇതിൽ രാഷ്ട്രീയ പിന്തുണയ്ക്കപ്പുറത്ത് സൈനിക പിന്തുണ നൽകുമോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. കാരണം ചൈനയ്ക്ക് ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ചൈനയെ ഈ പൂർണ്ണമായിട്ടും സാമ്പത്തിക വളർച്ചയുടെ വേണ്ടിയുള്ള വലിയ ശ്രമത്തിനിടയിൽ അവർക്കതിനുള്ള പിന്നെ ശേഷിയോ അല്ലെങ്കിൽ മനസ്സോ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ പരോക്ഷമായെങ്കിലും ചൈനയുടെ, കാരണം ചൈന ഈ പ്രത്യേകിച്ച് അതിന്റെ ഇലക്ട്രോണിക് യുദ്ധത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ ഇന്നത്തെ യുദ്ധം കൂടുതലും ഇലക്ട്രോണിക് വാറാണ്. ഇപ്പൊ ഈ ഗൈഡഡ് മിസൈൽസ് എന്നൊക്കെ പറയും, പ്രിസിഷൻ മിസൈൽസ്, വളരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളിൽ കൃത്യമായി പോയി പതിക്കുന്ന മിസൈലുകൾ നമ്മുടെ രാജ്യത്തിൽ നിന്ന് തന്നെ അയക്കുന്ന പുതിയ ഇലക്ട്രോണിക് മിസൈൽസ്. ഇപ്പൊ ഡ്രോൺ അറ്റാക്ക് ഇപ്പൊ നടക്കുന്ന ഇന്ത്യയും പാകിസ്ഥാനും നടക്കുന്ന യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയാ സാധനം ഡ്രോൺ. അപ്പോ ചൈനയുടെ ഡ്രോൺ ശേഷി വളരെ വലുതാണ്. അത് വളരെ നമ്മുടെ ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയെക്കാട്ടിലും വലിയ സാങ്കേതിക വിദ്യ. ഇന്ത്യക്ക് മോശമല്ലാത്ത റഫാൽ പോലെ ഒരു ഫ്രഞ്ച് നിർമ്മിതമായിട്ടുള്ള ഒരു യുദ്ധ വിമാനം വാസ്തവത്തിൽ ഇന്ത്യയുടെ വലിയ കരുത്താണ്. പക്ഷെ റഫാൽ വിമാനമാണ് ഇപ്പൊ ആദ്യമായിട്ട് യുദ്ധത്തിൽ തകർക്കപ്പെട്ട റഫാൽ വിമാനമാണ് ചരിത്രത്തിൽ ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് BBC പറയുന്നത് കിട്ടും. ഇന്ത്യയുടെയാണ് തകർന്നു വീണത്. അപ്പോൾ ചൈന പിന്തുണയ്ക്കുമോ എന്നുള്ളത്, പക്ഷെ ചൈനയുടെ പരോക്ഷമായ പിന്തുണ എന്തായാലും പാകിസ്ഥാൻ ഉണ്ടാവും, പക്ഷെ അതിനപ്പുറത്തും ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന പിന്തുണ ഇപ്പൊ 71 ഇത് തന്നെയാണ് സംഭവിച്ചത്. ഇന്ത്യക്കും സോവിയറ്റ് യൂണിയന്റെ ശക്തമായ പിന്തുണ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് 7ാം കപ്പൽപ്പട അമേരിക്ക പാകിസ്ഥാൻ അനുകൂലമായിട്ട് നീങ്ങിയപ്പോൾ റഷ്യ, സോവിയറ്റ് യൂണിയൻ പ്രത്യേകിച്ച് പ്രശ്നത്തിന്റെ കാലത്ത് ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും അങ്ങനെ 7ാം കപ്പൽപ്പട ഇങ്ങോട്ട് വരാതിരിക്കുകയും പോലും ചെയ്തു. അപ്പൊ അത്ര വലിയ പിന്തുണ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നും ഇപ്പൊ രാഷ്ട്രീയം മാറി, റഷ്യ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി, റഷ്യ കമ്മ്യൂണിസ്റ്റോ സോഷ്യലിസ്റ്റോ അല്ല, തനി മുതലാളിത്ത രാജ്യമാണ്. ഇതൊക്കെയാണെങ്കിലും റഷ്യ ഇപ്പോഴും ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇപ്പോഴും ഈ ലോകത്തെ ഏറ്റവും സൂപ്പർ പവേഴ്സ് എന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിലും രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചൈനയ്ക്കൊപ്പം നിൽക്കാവുന്ന ഒരു ശേഷിയുള്ള രാജ്യമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഉറച്ച പിന്തുണ ലോകത്തു നിന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ പറയാറായിട്ടില്ല. മാത്രമല്ല യുദ്ധം 2 രാജ്യങ്ങളും ന്യൂക്ലിയർ ശക്തികളാണ്. അപ്പോൾ ന്യൂക്ലിയർ ശക്തികൾ തമ്മിലുള്ള യുദ്ധം ലോകത്തെ മുഴുവൻ സംഹരിക്കാനുള്ള ശേഷിയുള്ളതാണ്. അതുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുക, ഈ യുദ്ധം എത്രയും വേഗം നിർത്തി കിട്ടുക എന്നുള്ളത് ലോകത്തിന്റെ മുഴുവൻ ആവശ്യമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു പക്ഷത്തെ സഹായിക്കുക അല്ലെങ്കിൽ ആ പക്ഷത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളത് ഒരു രാജ്യത്തിനും അഫോർഡ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പിന്തുണ തേടുക എന്നുള്ളതല്ലാതെ സൈനിക പിന്തുണ ആരും നിന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പൊ ഈ ഇന്ത്യയിലെ പോലെ ഒരു ഫോം അല്ല ശരിക്കും ഈ പാകിസ്ഥാനിലെ പട്ടാളവും അല്ലെങ്കിൽ സർക്കാരും തമ്മിലൊക്കെയുള്ള റിലേഷൻഷിപ്പ്. അത് വളരെ ഈ മതത്തിന്റെ അടിസ്ഥാനം സൈന്യത്തിന്റെ അടിസ്ഥാനവും എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അത് പലപ്പോഴും ഒരു വളരെ ലോജിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്നില്ല അവരുടെ ഭാഗത്ത്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ റിസ്ക്. ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു എന്തൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഏതൊക്കെ രാഷ്ട്രീയത്തിലുണ്ടെങ്കിലും ഇന്ത്യ ഒരു ഉറച്ച സ്ഥാപനങ്ങളുള്ള ജനാധിപത്യ വ്യവസ്ഥകളുള്ള, അതിലൊക്കെ പലതരത്തിലുള്ള ഡിസ്റ്റോർഷൻസ് ഉണ്ടായാലും ഉറച്ച ജനാധിപത്യ വ്യവസ്ഥയും സുപ്രീം കോടതിയും പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ്. പാകിസ്ഥാൻ അതല്ല എന്നെല്ലാവർക്കും അറിയാം. പാകിസ്ഥാൻ ഒരു നിയമവും ബാധിക്കുക, അതുകൊണ്ടാണ് അതിനെ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കുന്ന ഒരു കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ മതമാണ്,
അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട സിനിമ. അപ്പൊ മതത്തിന്റെ ഭാഗമായി പിന്നെ യുദ്ധത്തിൽ രക്തസാക്ഷികളാവുക എന്ന് പറയുന്നത് പോലും ഒരു പുണ്യകർമ്മമാണെന്ന് കരുതുന്ന ഒരു വ്യവസ്ഥയുള്ള രാജ്യമാണ്. ഇതിനൊക്കെ പുറമെ ഈ പാകിസ്ഥാൻ എല്ലാ കാലത്തും പാകിസ്ഥാനിന് ഒരു നോമിനൽ ആയിട്ടുള്ള ഡെമോക്രസി ആണെങ്കിലും ഈ സൈന്യം തന്നെയാണ് അതിൽ നയിക്കുന്നത്. സൈന്യമല്ല അതിന്റെ ചാരസംഘടനയായ ISIക്ക് വലിയ പങ്കുണ്ട്. അതിൽ തന്നെ ഈ പഞ്ചാബിൽ നിന്നുള്ള ഒരു വലിയ തീവ്ര സ്വഭാവമുള്ള വളരെ വലിയ മുഷ്കന്മാരായിട്ടുള്ള ഒരു സംഘത്തിന്റെ കൈപ്പിടിയിലാണ് ഭരണം, രാഷ്ട്രീയം, ബ്യൂറോക്രസി, ജുഡീഷ്യറി എല്ലാം. അപ്പൊ ഇവർക്കൊക്കെ പാകിസ്ഥാനിലെ പഞ്ചാബ്. അപ്പൊ ഇവരാണ് പാകിസ്ഥാനിലെ ഏറ്റവും തീവ്രവാദികളായിട്ടുള്ള അല്ലെങ്കിൽ യുദ്ധവെറിയന്മാരായിട്ടുള്ള വിഭാഗം, ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള വിഭാഗം. അതിന്റെ പ്രതിരോധ മന്ത്രിയുടെ പ്രസംഗമൊക്കെ ഇല്ല. അപ്പൊ ഇവരുടെ നേതൃത്വം, ഇവരുടെ ആധിപത്യവുമാണ് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ. സാധാരണ മനുഷ്യർ, പാകിസ്ഥാനിലെ സാധാരണ മനുഷ്യർ ഇന്ത്യക്കാരെ പോലെ തന്നെ സാധാരണ പാവപ്പെട്ടവരായ മനുഷ്യരാണ്. പക്ഷെ ഇവരുടെ ഈ എലീറ്റ് ആയിട്ടുള്ള പാകിസ്ഥാന്റെ ഇവരുടെ ഭ്രാന്ത് വാസ്തവത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും യുക്തിസഹമല്ലാത്ത തീരുമാനങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇന്ത്യ ഡീൽ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഒരു വ്യവസ്ഥാപിതമായിട്ടല്ലാത്ത ഒരുപക്ഷെ ഭ്രാന്തൻ തീരുമാനങ്ങൾ എടുക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു സിസ്റ്റത്തിനോടാണ് എന്നുള്ളത് ഇന്ത്യക്ക് വളരെ വളരെ വലിയൊരു മുന്നറിയിപ്പാണ് എന്നുള്ളത് സംശയം.